ഹേ ഗായ്സ്, ഇന്നൊരു ആറന്മുള വള്ളസദ്യ കഴിക്കാൻ പോയ വ്ളോഗായാലോ. അപ്പോൾ രാവിലെ എന്നെ കോട്ടയത്തുള്ള മള്ളിയൂർ ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലാണ് പോയത്. അവിടെ ഒരു 7:30 എത്തി. അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ രാവിലെ തന്നെ ഇഡ്ഡലിയും സാമ്പാറൊക്കെ കഴിച്ചു. നമ്മൾ വേറൊരു ആൾക്കാരുടെ കൂടെയാണ് പോയത്. ബസ്സിൽ നല്ല കോമഡിയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുറേ ചിരിച്ചു. അങ്ങനെ കോട്ടയത്ത് നിന്ന് പത്തനംതിട്ടയിലോട്ട് നല്ല ദൂരം ഉണ്ടായിരുന്നു. കുറേ നേരം പുറത്തോട്ടൊക്കെ നോക്കി നിന്നാണ് സമയം കളഞ്ഞത്. അങ്ങനെ നമ്മൾ ആറന്മുള പാർത്ഥസാരഥി അമ്പലത്തിലെത്തി. സത്യമായിട്ട് അവിടെ പോകേണ്ട ഒരു അമ്പലമാണ്. അങ്ങനെ സദ്യക്കുള്ള 2 പാസും കിട്ടി. ഫസ്റ്റ് ഓഫ് ഓൾ അമ്പലത്തിൻ്റെ അവിടെ നടത്തുന്ന സദ്യയല്ല, അമ്പലത്തിലോട്ട് കയറുമ്പോൾ തന്നെ റോഡ് സൈഡിൽ തന്നെ ഇവിടെ നടത്തുന്നുണ്ട് ഒരു സദ്യ. അപ്പോൾ അവിടെയാണ് നമ്മൾ കഴിക്കാൻ പോയത്. അങ്ങനെ ക്യൂ നിന്ന് നമ്മളും സദ്യക്ക് കയറി. എല്ലാം കൂടെ കൂട്ടിയിട്ട് 44 വിഭവങ്ങളുണ്ട്. ഇതിൽ 44 ഉണ്ടാകുന്ന എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെയാണ് അതിൽ എഴുതി വെച്ചേക്കുന്നത്. അങ്ങനെ ചോറിട്ടു, എന്തോ ചെറുപയറിൻ്റെ സാധനം ഒഴിച്ചു. അതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ആംഗിളൊക്കെ തെറ്റിപ്പോയി ഫോൺ എടുത്തതിൻ്റെ. അത്രയും വിശപ്പുണ്ടായിരുന്നു എനിക്ക്. ഞാനിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴേ അടുത്ത ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചോറിട്ട് അതിൽ കുറച്ച് സാമ്പാർ ഒഴിച്ച് പപ്പടം കൂട്ടി കഴിക്കാൻ എൻ്റെ പൊന്നേ അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഒരു 5 പായസം വന്നു. ഞാനത് വെറുതെ കുഴച്ചിട്ട് അങ്ങോട്ട് പോന്നു. അങ്ങനെ നല്ലൊരു ഉറക്കം പാസ് ചെയ്തിട്ട് ഞങ്ങൾ വേറൊരു അമ്പലത്തിൽ പോയി. ഒരു അപ്പൂപ്പൻ്റെ അമ്പലമാണ്. പേരെനിക്ക് അറിഞ്ഞുകൂടാ കൃത്യമായിട്ട്. ഒരു അപ്പൂപ്പൻ്റെ അമ്പലം, പക്ഷേ അടിപൊളിയായിരുന്നു കേട്ടോ. കുരങ്ങന്മാർ നല്ല രസമുണ്ട്. ഭൂതഭാവി കാലങ്ങളൊക്കെ പറയുന്ന ഒരു അമ്പലമാണ്. അങ്ങനെ അവിടെ നമ്മളൊരു കഞ്ഞിയും കുടിച്ചിട്ടുണ്ടായിരുന്നു. കഞ്ഞി ഒരു രക്ഷയില്ല, എനിക്കൊന്നും പറയാനില്ല. അങ്ങനെ രാത്രിയായപ്പോൾ ഒരു കുറുക്കുറേ ഞാൻ കഴിച്ചു. പിന്നെ ഈ ബസ്സുകാർ തന്നെ നമുക്ക് ചപ്പാത്തിയും എന്തോ ഒരു സാധനം ഒരു കറിയും തന്നു. അങ്ങനെ ഇത്ര ഉള്ള ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.